നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യൻ മേഖലയിൽ BJPക്ക് സമഗ്ര ആധിപത്യമുണ്ടായത് മധ്യപ്രദേശിൽ നിന്ന് മാത്രമാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ സീറ്റ് താരതമ്യേന കുറഞ്ഞപ്പോൾ മധ്യപ്രദേശിലെ 29 ലോക്സഭാ സീറ്റും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP നേതാക്കൾ ജയിച്ചു കയറിയത്. അതിന് ഒരാളാണ് കാരണം, കമൽനാഥും കമൽനാഥിൻ്റെ മകനും ചേർന്ന് കോൺഗ്രസിനെ താറുമാറാക്കുകയാണ് ചെയ്തത്. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കമൽനാഥിനെ താക്കോൽ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ദിഗ്വിജയ് സിംഗിനെ പോലും ആട്ടി ഓടിച്ചുകൊണ്ട് കമൽനാഥ് അവിടെ അടറാടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ചയുടെ മൂല കാരണം കമൽനാഥാണ്, കമൽനാഥിൻ്റെ മണ്ടൻ തീരുമാനങ്ങളാണ്. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിലേറിയത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ആ കോൺഗ്രസിനെ തകിടം മറിച്ചത് കമൽനാഥിൻ്റെ ദുർഭരണവും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ അനാവശ്യ വർത്തമാനവുമാണ്. അദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യയെക്കുറിച്ച് പറഞ്ഞത് രാജാവും ഭൃത്യരുമെന്നും വിചാരിച്ചാൽ കോൺഗ്രസിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ അതേ രാജാവും കുറേ ഭൃത്യന്മാരും ചേർന്നാണ് BJP മന്ത്രിസഭ ഉണ്ടാക്കിയതും അവിടെ കോൺഗ്രസ് മന്ത്രിസഭയെ തള്ളിയിട്ടതും. അതിനുശേഷം ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയി. BJP അദ്ദേഹത്തിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു, കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാക്കി. ഇപ്പോഴും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി തുടരുന്നു. നിലവിൽ ഗുണ ലോക്സഭാ മണ്ഡലത്തിലെ BJP പ്രതിനിധിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ ഏറെ നാളുകളായി അവിടെ ശിവരാജ് സിംഗ് ചൗഹാന് വലിയ തോതിലുള്ള അസ്വാരസ്യമുണ്ട്. മോഹൻ യാദവുമായുള്ള അഭിപ്രായ വ്യത്യാസം ഒരു പരിധിവരെ പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യേണ്ടതാണ്. എന്നാൽ കമൽനാഥ് കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഗതി പിടിക്കാതെ പോയിരിക്കുകയാണ്. കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് ആർക്കും അവസരം കൊടുക്കാതെ കമൽനാഥിനെ സ്തുതി പാടുന്നവരെ മാത്രം കോൺഗ്രസിൽ വെച്ചു വാഴിക്കലാണ് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നേട്ടം കോൺഗ്രസ് പലയിടത്തും കൈവരിച്ചിട്ടും എന്തേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കോൺഗ്രസിന് ഒരു രീതിയിലും പെർഫോം ചെയ്യാൻ കഴിയാത്തതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം കമൽനാഥിൻ്റെ ഈ നാറിയ രാഷ്ട്രീയ കളിയാണ്. കടൽക്കിഴവന്മാരെ ആട്ടിപ്പായിച്ചാൽ മാത്രമേ കോൺഗ്രസ് നന്നാവുകയുള്ളൂ എന്ന് നിരവധിയായ നേതാക്കൾ പറയുന്ന ഇതൊറ്റ കാരണം കൊണ്ടാണ്. മധ്യപ്രദേശിൽ കമൽനാഥും രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് പരിപൂർണമായ കാരണമാകുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമായിരുന്നു, പക്ഷേ സച്ചിൻ പൈലറ്റിനെ അള്ളുവെക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കലായിരുന്നു അവിടെ ചെയ്തത്. അതിൻ്റെ കാരണമായി അവിടെ വലിയ നഷ്ടങ്ങളുണ്ടായി. മധ്യപ്രദേശിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കമൽനാഥിൻ്റെ ഗ്രൂപ്പിൽപ്പെടാത്ത ആളുകളെ തമ്മിൽ തരംതിരിച്ച് പരാജയപ്പെടുത്തുക, ഇതുവഴി എന്ത് സുഖമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ള വലിയ ചോദ്യം പല നേതാക്കളും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു വലിയ ബോംബ് പൊട്ടുന്നത് പോലെ BJPക്കുള്ളിൽ ആ ഒരു വാർത്ത ഞെട്ടലോടെയാണ് വരുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള നിരവധിയായ MP-മാർ കൃത്യമായും ശിവരാജ് സിംഗ് ചൗഹാനും ഒത്ത് ഒരു പുതിയ നീക്കം നടത്താൻ ആലോചിക്കുന്നു. ആ നീക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മോഹൻ യാദവിനെ താഴെ ഇറക്കാൻ മധ്യപ്രദേശിൽ ഒരു കൂട്ടായ ശ്രമം നടത്തുകയാണ്. മോഹൻ യാദവിൻ്റെ ഭരണം അത്ര നല്ലതല്ല, പന്തിയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് വീണ്ടും ശിവരാജ് സിംഗ് ചൗഹാൻ മോദി ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് നടന്നില്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നുള്ള താനടക്കമുള്ള MP-മാർ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുകയാണ്. കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. മുഖ്യമന്ത്രി സ്ഥാനം 2023 മിന്നുന്ന വിജയത്തിന് ശേഷം കൊടുക്കാതിരുന്നത് ഏറെ അതൃപ്തനായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ മോദി മന്ത്രിസഭയിൽ മടിച്ച് ആണ് കയറിയത്. വാസ്തവത്തിൽ അത് തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ നിരീക്ഷണങ്ങളെ BJPക്ക് പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്.